Hi, hello, welcome to EduVillage. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബേസ്ഡ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് റിസോഴ്സസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ് റിസോഴ്സ് തന്നെയാണ് എല്ലാ എക്സാമിനെയും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. റൈറ്റ് റിസോഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ പകുതി ഭാഗം പൂർത്തിയായി എന്നാണ് അർത്ഥം. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ബുക്സ്, അതുപോലെ വെബ്സൈറ്റ്, ആപ്പുകൾ, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് ബോധി ട്രീ പബ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഡോക്ടർ കല്യാണി വല്ലത്തിൻ്റെ ഈ ഒരു സെറ്റ് ഓഫ് 3 ബുക്സ് ആണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് ഇവർ 3 ബുക്സ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു എൻസൈക്ലോപീഡിയ ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കൻ, ഇന്ത്യൻ, അങ്ങനെ ഡിഫറെൻറ്റ് എൻസൈക്ലോപീഡിയാസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഈ 3 വോളിയം ഓഫ് ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ കാണുന്നത്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ലിറ്റററി ജേർണീനെ സംബന്ധിച്ച് ഈ 3 ബുക്സും വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഇത്രയും വലിയൊരു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ക്യാപ്സ്യൂൾ നോട്ട്സ് ആയിട്ട് വളരെ വൃത്തിക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് ഞാനൊരു ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. NTA പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് അതിൻ്റെ ഒരു സിലബസിൻ്റെ ഡെപ്ത് എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്രയും വലിയൊരു സിലബസ് ഒരു ക്യാപ്സ്യൂൾ മോഡിൽ ഇത്രയും വൃത്തിക്ക് മറ്റൊരു ബുക്കിലുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷവും പിന്നീട് പബ്ലിഷ് ചെയ്തിട്ടുള്ള അമേരിക്കൻ എൻസൈക്ലോപീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ എൻസൈക്ലോപീഡിയ ആയിക്കോട്ടെ ഇതെല്ലാം പിന്നീട് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നെറ്റ് UGCക്ക് ശേഷം പിന്നീട് NTA നടത്തുന്ന സമയത്ത് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കാണുന്നുണ്ട്. ഇന്ത്യൻ ലിറ്ററേച്ചറിന് നമുക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണോ എന്നുള്ളതും എനിക്ക് സംശയമാണ്. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഈ ഒരു എൻസൈക്ലോപീഡിയ വളരെ യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരം എൻസൈക്ലോപീഡിയ പ്രിപ്പയർ ചെയ്യുന്നതോട് കൂടെ തന്നെ ഞാൻ നോട്ട്സും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോട്ട്സ് ഈ ബുക്സിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന നോട്ട്സാണ്. പുറമേ നിന്ന് പിന്നീട് എനിക്ക് ലിറ്ററേച്ചറിന് വേണ്ടിയിട്ട് നോട്ട്സ് കളക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയയുടെ കൂടെ ഇത്തരത്തിൽ ഒരു ഹാൻഡ് ബുക്ക് കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാൻഡ് ബുക്ക് ആക്ച്വലി 24 ചാപ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു ചാപ്റ്റർ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ആൻസേഴ്സ് വീണ്ടും ഒരു ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു ബുക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആൻസേഴ്സ് നോക്കാണ്ട് സെൽഫായിട്ട് തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മെമ്മറൈസ് ചെയ്യാൻ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ലിറ്ററേച്ചറിന് പുറമെ തിയറി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബുക്സാണ് മേജറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റോബിൻ സേവിയർ എന്നുള്ള പ്രൊഫസർ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അത് കൂടാണ്ട് പിന്നെ പീറ്റർ ബാരിയുടെ ബിഗിനിങ് തിയറി എന്നുള്ള ബുക്കും കൂടെയാണ് ഞാൻ തിയറീനെ സംബന്ധിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയറിയൊക്കെ കുറച്ചും കൂടെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. UGയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ബുക്കും ബിഗിനിങ് തിയറി, അത് പീറ്റർ ബാരിയുടെ ബിഗിനിങ് തിയറിയും കൂടെ ചേർത്തിട്ട് പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് നോട്ട്സും എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടാണ് തിയറി എന്നുള്ള ഒരു ഏരിയ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോട്ട് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് നോഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ വളരെ ഫ്ലെക്സിബിൾ ആണ്, ആക്സസിബിൾ ആണ്. ഡിഫറെൻറ്റ് ഗാഡ്ജറ്റിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. PC ആയിക്കോട്ടെ, iOS ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് ഈക്വലി ലോഗിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് നോട്ട്ബുക്സോ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ നോട്ട്സ് സ്കാറ്റേർഡ് ആയി പോയില്ല. നമുക്ക് വളരെ വൃത്തിക്ക് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് നോഷൻ. അതുകൊണ്ടാണ് ഞാൻ നോഷൻ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ JRF എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഡിഫറെൻറ്റ് പേജസിൽ എനിക്ക് വേണ്ട കോണ്ടൻറ്റ് എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ടൈറ്റിൽസ്. അത് എനിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയിട്ടുള്ള, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പം എനിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഏരിയാസാണ് ഞാനിങ്ങനെ പേജസ് ആക്കി വെച്ചിട്ടുള്ളത്. ഇൻ്റർടെക്സ്ച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നെറ്റിനെ സംബന്ധിച്ച്. ഇൻ്റർടെക്സ്ച്വലായിട്ട് ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്. അത് എപ്പോഴും കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒത്തിരി ടോപ്പിക്സ് എനിക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയിട്ടുള്ള മിക്ക ടോപ്പിക്സും ഞാൻ ഇത്തരത്തിൽ നോഷനിൽ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ 2 വെബ്സൈറ്റുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം അർപ്പിത കർവയുടെ വെബ്സൈറ്റാണ്. അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആസ് ഇറ്റ് ഈസ് ആണ് ലഭിക്കുക. പക്ഷേ ലിമിറ്റ്ലെസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനകത്ത് നമുക്ക് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ഓഥറിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഥറിനെ ബേസ് ചെയ്തിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ആക്ച്വലി നമ്മൾ പഠിക്കുന്നതിൻ്റെ, നമ്മുടെ പ്രിപ്പറേഷൻ എവിടം വരെ ആയി
എന്ന് ട്രാക്ക് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നത് നമുക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അതിൻ്റെ ഒരു ബേസിലായിരിക്കും മിക്കപ്പോഴും മറ്റ് പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇത്തരത്തിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും. എപ്പോഴും റിസർച്ച് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് നമുക്ക് ബെസ്റ്റ് മെത്തേഡ്. പക്ഷേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്യാനുള്ള സമയം കൂടെ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻസ് കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റും. റൈറ്റ് മെറ്റീരിയലിലോട്ട് എത്തുക എന്നുള്ളത് നമ്മുടെ പ്രോസസ്സ് വളരെ ഈസി ആക്കി തരുന്നുണ്ട്. പക്ഷേ മെറ്റീരിയൽ മാത്രം കിട്ടിയിട്ട് കാര്യമല്ലല്ലോ, നമ്മുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഒരു ഹാർഡ് വർക്കും കൂടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് റിവിഷൻ. നിങ്ങളൊരു 50% ആണ് നിങ്ങളുടെ സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതേ ഒരു 50% തന്നെ നിങ്ങളുടെ റിവിഷനും കൂടെ സ്ട്രെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആക്റ്റീവ് റീകോൾ ചെയ്ത് തന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഈ പഠിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.